അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സൈനിക നയതന്ത്ര സംഘർഷങ്ങൾ പശ്ചിമേഷ്യയിലെ കൊച്ചു ഗൾഫ് രാഷ്ട്രമായ കുവൈറ്റിനെ വീണ്ടും അന്താരാഷ്ട്ര വാർത്തകളുടെ കേന്ദ്രബിന്ദുവായി മാറ്റിയിരിക്കുകയാണ്. ഇറാൻ തുടക്കമിട്ട ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന സൈനിക നീക്കത്തിന്റെ ഭാഗമായി കുവൈറ്റിലെ പ്രമുഖ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വൻ ആക്രമണങ്ങൾ നടന്നതായി ടെഹ്റാൻ അവകാശപ്പെടുന്നു. പരമ്പരാഗതമായി സമാധാന അന്തരീക്ഷം പുലർത്തുന്ന കുവൈറ്റിന് വലിയ പ്രതിരോധ വെല്ലുവിളികളാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ ഉയർത്തുന്നത്. കുവൈറ്റിലെ പ്രധാന അമേരിക്കൻ വ്യോമസേനാ താവളങ്ങളിൽ ഒന്നായ അഹമ്മദ് അൽ ജാബർ എയർബേസിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഇറാന്റെ പ്രധാന അവകാശവാദം. ആക്രമണത്തിൽ കേന്ദ്രത്തിലെ തന്ത്രപ്രധാനമായ ആസ്തികൾക്ക് കനത്ത നാശനഷ്ടം സംഭവിച്ചതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമോ കുവൈറ്റ് ഭരണകൂടമോ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല. കുവൈറ്റിലുള്ള സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ രാജ്യത്തെ പ്രധാന ഊർജ്ജ സംഭരണശാലകൾ, തുറമുഖങ്ങൾ, കപ്പൽ പാതകൾ എന്നിവയ്ക്ക് നേരെയും തങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ആഗോള എണ്ണ ഉൽപാദനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഭീഷണി ഉയരുന്നത് ആഗോള സാമ്പത്തിക രംഗത്തെ തന്നെ വൻ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുവൈറ്റ്. പതിനായിരക്കണക്കിന് അമേരിക്കൻ സൈനികരും അത്യാധുനിക യുദ്ധവിമാനങ്ങളും റഡാർ സംവിധാനങ്ങളും കുവൈറ്റിലെ വിവിധ താവളങ്ങളിൽ സ്ഥിരമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വാഷിംഗ്ടണിനെ ലക്ഷ്യമിട്ടുള്ള ഏത് ഇറാനിയൻ നീക്കത്തിലും കുവൈറ്റ് നേരിട്ട് മുൻനിര യുദ്ധക്കളമായി മാറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. മേഖലയിലെ മാറുന്ന സൈനിക സമവാക്യങ്ങൾ കാരണം സ്വന്തം ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കേണ്ട കടുത്ത സമ്മർദ്ദത്തിലാണ് കുവൈറ്റ് ഭരണകൂടം. വിദേശ സൈനിക താവളങ്ങൾക്ക് അഭയം നൽകുന്ന രാജ്യങ്ങൾ ഇറാനിയൻ പ്രത്യാക്രമണങ്ങൾക്ക് ഇരയാകുമെന്ന ടെഹ്റാന്റെ നിരന്തര മുന്നറിയിപ്പുകൾ കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇറാന്റെ ഈ പുതിയ അവകാശവാദങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും രാജ്യത്തുടനീളം കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകാൻ കുവൈറ്റ് സുരക്ഷാ സേന നിർബന്ധിതരായിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലിലെ മറ്റംഗ രാജ്യങ്ങളുമായി ചേർന്ന സമുദ്ര വ്യോമ മേഖലകളിൽ നിരീക്ഷണം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. എണ്ണപ്പാടങ്ങളുടെയും ശുദ്ധീകരണശാലകളുടെയും സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അഹമ്മദ് അൽ ജാബർ എയർബേസ് ആക്രമിക്കപ്പെട്ട വാർത്ത പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മേഖലയിലെ US വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന്റെ അത്യാധുനിക കാമിക്കാസെ ഡ്രോണുകൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രതിരോധ വിദഗ്ധർ ഉയർത്തുന്നു. തങ്ങൾ നിർമ്മിച്ച ഡ്രോണുകളുടെ കൃത്യതയും പ്രകടനശേഷിയും ലോകത്തിനു മുന്നിൽ തെളിയിക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഈ ആക്രമണ വാർത്തകൾ പുറത്തുവന്നതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുമെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ കുവൈറ്റിലെ എണ്ണ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് തടസ്സവും അന്താരാഷ്ട്ര തലത്തിൽ വൻ വിലക്കയറ്റത്തിന് വഴിവെക്കും. ലോകരാജ്യങ്ങൾ ഈ സംഭവ വികാസങ്ങളെ വളരെ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുമായി ദശകങ്ങളായി ശക്തമായ പ്രതിരോധ പങ്കാളിത്തമുള്ള രാജ്യമാണ് കുവൈറ്റ്. 1991 ഗൾഫ് യുദ്ധത്തിന് ശേഷം സുരക്ഷയ്ക്കായി വാഷിംഗ്ടണിനെ വൻതോതിൽ ആശ്രയിക്കുന്ന കുവൈറ്റിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ താവളങ്ങളുടെ സാന്നിധ്യം തന്നെ വലിയൊരു സുരക്ഷാ ഭീഷണിയായി മാറുന്ന യഥാർത്ഥ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പ്രകോപനങ്ങൾ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. തങ്ങൾക്കെതിരെ ഉപരോധങ്ങളും ഭീഷണികളും ശക്തമാക്കുമ്പോൾ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് വാഷിംഗ്ടണിന് മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന തന്ത്രമാണ് ടെഹ്റാൻ പയറ്റുന്നത്. സംഭവത്തെ തുടർന്ന് US സൈന്യം തങ്ങളുടെ താവളങ്ങളിലെ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി നവീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത കമാൻഡ് സെന്ററുകളുടെയും റഡാറുകളുടെയും സുരക്ഷ ഇരട്ടിയാക്കി. ഏതു തരത്തിലുള്ള വ്യോമാക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങൾ സജ്ജമാക്കി നിർത്തിയിരിക്കുകയാണ്. അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ നയതന്ത്ര സമദൂരം പാലിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ള കുവൈറ്റിന് ഇറാന്റെ ഈ അഗ്രസീവ് നിലപാട് വലിയ തിരിച്ചടിയാണ്. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന കുവൈറ്റ് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വൻ ശക്തികളുടെ പോരാട്ടത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് പ്രസക്തിയില്ലാതാകുന്ന അവസ്ഥയാണ്. ഓപ്പറേഷൻ തണ്ടർബോൾട്ട് എന്ന പേരിൽ ഇറാൻ നടത്തുന്ന സൈനിക നടപടികൾ കൂടുതൽ വിപുലീകരിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അടുത്ത ഘട്ടങ്ങളിൽ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ ഇറാൻ മടിക്കില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഗൾഫ് മേഖലയിലെ ആകമാനം അസ്ഥിരപ്പെടുത്തുന്നു. കുവൈറ്റിൽ കഴിയുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളെയും ഈ സാഹചര്യം നേരിട്ട് ബാധിക്കുന്നുണ്ട്. ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വൻ വ്യവസായ തൊഴിലാളി സമൂഹം ഭീതിയോടെയാണ് ഓരോ ദിവസത്തെയും സംഭവ വികാസങ്ങൾ കാണുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി പ്രധാന അടിസ്ഥാന സൗകര്യ മേഖലകളിൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര സമുദ്രപാതയായ ഹോർമുസ് കടലിടുക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന കുവൈറ്റ് തുറമുഖങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് ആഗോള കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കും.
റെഡ് സീയിൽ ഹൂതികൾ സൃഷ്ടിക്കുന്ന ഭീഷണിക്ക് പുറമെ ഗൾഫ് മേഖലയിലെ സമുദ്രപാതകളും അടയുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് കനത്ത പ്രഹരമാകും. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ നേതൃത്വം കുവൈറ്റിലെ സംഭവവികാസങ്ങളെ നിരീക്ഷിച്ചു വരികയാണ്. തങ്ങളുടെ സഖ്യരാജ്യത്തിനും സൈനികർക്കും നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് വൈറ്റ് ഹൌസ് നൽകുന്ന പ്രാഥമിക സൂചനകൾ. ഇത് ഇരുകൂട്ടരും തമ്മിൽ നേരിട്ടുള്ള ഒരു വൻ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം. പ്രാദേശികവും അന്തർദേശീയവുമായ മാധ്യമങ്ങൾ അഹമ്മദ് അൽ ജാബർ ബേസിലെ അവസ്ഥയെക്കുറിച്ച് വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് നൽകുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ വൻതോതിലുള്ള വ്യാജ പ്രചാരണങ്ങളും വാർത്താ മണ്ഡലത്തിൽ നിറയുന്നുണ്ട്. ഇത് കുവൈറ്റിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ കൂടുതൽ പരിഭ്രാന്തി പടർത്തുന്നു. മധ്യപൂർവേഷ്യൻ മേഖലയിലെ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ അടിയന്തരമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ കുവൈറ്റ് പോലെയുള്ള ചെറിയ രാഷ്ട്രങ്ങൾ കടുത്ത വില നൽകേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യമാണ് നിലവിലെ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ ആകാശ സീമയിലെ സുരക്ഷ ഉറപ്പാക്കാൻ കുവൈറ്റ് നാവികസേനയും വ്യോമസേനയും 24 മണിക്കൂറും ജാഗ്രതയിലാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ സഹായം കൂടുതൽ ഉറപ്പാക്കുന്നതിനും കുവൈറ്റ് ഭരണകൂടം നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അഹമ്മദ് അൽ ജാബർ എയർബേസിന് നേരെ നടന്നതായി അവകാശപ്പെടുന്ന ആക്രമണവും ഓപ്പറേഷൻ തണ്ടർബോൾട്ടും പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പുതിയൊരു തലം നൽകിയിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇറാന്റെ അച്ചുതണ്ടിനുമിടയിൽ കുവൈറ്റ് ഇപ്പോൾ ഒരു വലിയ സുരക്ഷാ പരീക്ഷണത്തെ നേരിടുകയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രതിഫലിക്കും.